മക്കളെ, ജെറുസലം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്കായി നമുക്ക് ഒരുമിച്ച് ചേരാം. എത്രയെത്ര സങ്കടങ്ങളും എത്രയെത്ര ദുഃഖങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ വചനമാവുന്ന യേശുവിൻ്റെ മുമ്പിലാണ് ചേരുന്നത്. ഈശോ കാണുന്നുണ്ട്. സ്വർഗത്തിന് നമ്മെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയാമോ? ഇന്നിതാ നമ്മുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന വിശുദ്ധ മരിയാന ഡി ജീസസ് ഒരു സുഹൃത സമ്പന്നമായ ജീവിതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒരു മകളാണ് വിശുദ്ധ മരിയ ഡി ജോസഫ്. ആ വിശുദ്ധയ്ക്ക് പ്രിയമുള്ളൊരു വാക്യം ഇതാ നമ്മൾ കേൾക്കാൻ പോവുകയാണ്. സുഭാഷിത പുസ്തകം 15-ാം അധ്യായം 33-ാം വാക്യം. ദൈവഭക്തി ജ്ഞാനത്തിനുള്ള പരിശീലനമാണ്, വിനയം ബഹുമതിയുടെ മുന്നോടിയും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധർ ഈശോയുടെ ഹൃദയം സ്വന്തമാക്കിയവരാണ്. അതുകൊണ്ട് ഭക്തി, ജ്ഞാനം, വിനയം അവിടെ മുഖമുദ്രയാണ്. തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിലുള്ള ക്വിറ്റോ രൂപതയിലാണ് മരിയ ഡി ജീസസ് ജനിച്ചത്. ക്വിറ്റോയുടെ ലില്ലി എന്നാണ് മകളുടെ അപരനാമം. ചെറുപ്പത്തിൽ തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു. അതുമൂലമായി ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവുമാണ് മരിയാന ഡി ജോസഫിനെ വളർത്തിയത്. പ്രായപൂർത്തിയായപ്പോൾ അവൻ സന്യാസിനി സമൂഹത്തിൽ ചേർന്നു. രാത്രിയിൽ ദീർഘനേരം പ്രാർത്ഥനയിൽ ചെലവഴിച്ചും സ്വർഗീയ അനുഭവങ്ങളും ദർശനങ്ങളും അനുഭവിച്ചും പ്രവചനങ്ങൾ അവൾക്ക് കിട്ടിക്കൊണ്ടും ആ സന്യാസ ജീവിതത്തെ അവൾ അലങ്കരിച്ചു. 3 വട്ടം മരിച്ചവളായിട്ടാണ് പറയുന്നത്. ആദ്യ തവണ മരിച്ച് സ്വർഗത്തിൽ ചെന്നപ്പോൾ മരിയാനയെ പാപിയുടെ മാനസാന്തരത്തിനായി പ്രവർത്തിക്കുവാൻ ദൈവം വീണ്ടും ഭൂമിയിലേക്ക് അയച്ചു. പ്രത്യേകമായി 20-ാം നൂറ്റാണ്ടിലെ പാപികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് സന്ദേശം കൊടുത്തത്. അതിനുശേഷം 6 വർഷങ്ങൾക്ക് ശേഷം 1588 വീണ്ടും മരിച്ചുവെന്ന്. 3ാമത്തെ മരണം 1635 മെയ് മാസം 26-നായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മഠം പുതുക്കി പണിയുമ്പോൾ സിമിത്തേരിയുടെ കല്ലറ തുറന്നപ്പോൾ ആ ശരീരം അഴുകാതിരിക്കുന്നതായി കണ്ടു. പ്രിയപ്പെട്ടവരെ, സൗകര്യങ്ങളിലും അസൗകര്യങ്ങളിലും സൗഭാഗ്യങ്ങളിലും സന്താപത്തിലും ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റിയ മരിയാന ഡി ജീസസ് ഒരു വിശുദ്ധയായി തീർന്നു. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി അവിടുന്ന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മരിയാന ഡി ജീസസിൻ്റെ അനുഗ്രഹ സുഹൃതങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും തലമുറകളിലേക്കും ധാരാളമായി കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും ഈ കൂട്ടായ്മയോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.